ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുങ്കുമ പൊട്ടുക എന്ന നോവലിൻ്റെ 9ാമത്തെ അധ്യായമാണ്. നോവലേക്ക് മാഷിന് ഇഷ്ടമാണെങ്കിൽ അമൃതയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. കഴിഞ്ഞ കുറി വന്നപ്പോഴും ഞാൻ ആ കുട്ടിയെ കണ്ടതാ. അമൃതയേക്കാൾ എനിക്ക് ഇഷ്ടമായത് ആ കുട്ടിയെ. തന്നെ നിഷേധിച്ച അമൃതയുടെ മുഖത്ത് ആഞ്ഞു തൊഴിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീറാം അങ്ങനെ പറഞ്ഞത്. സംഗതി നടന്നാൽ അമൃതയുടെ അഹങ്കാരത്തിന് പിഴമുളയ്ക്കുകയും ആവാം, അയാൾ കരുതി. എന്താ ശ്രീറാം നീ പറയുന്നത്? വിലാസിനിയമ്മ അമ്പരപ്പില് മകനെ നോക്കി. സത്യം, ശ്രീറാം പുഞ്ചിരി തൂകി. സത്യം ഞാൻ പറഞ്ഞത്. അത് കേട്ട് പിന്നിലെ വാതുക്കൽ അമൃതയോടും മാളവികയോടും ഒപ്പം നിന്നിരുന്ന ആശ മഴമേഘം കണ്ട മയിൽപ്പേടയായിട്ട് മാറി. അധ്യായം 23. മാഷ് എന്താണൊന്നും പറയാത്തത്? ശ്രീറാം അപ്പുമാഷിന്റെ നേർക്ക് തിരിഞ്ഞു. മുഖത്ത് അടി കിട്ടിയതുപോലെ ഇരിക്കുകയായിരുന്നു മാഷ്. അമൃതയ്ക്ക് കല്യാണം ആലോചിച്ചു വന്നതാണ് ശ്രീറാം. അമൃത നിഷേധിച്ചപ്പോൾ അവളുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അയാൾ ഇങ്ങോട്ട് അറിയിച്ചിരിക്കുന്നു. അതും സ്വന്തം അമ്മ കൂടി അടുത്തിരിക്കുമ്പോൾ. അതൊരു കടന്ന കൈയാണ് അപ്പുമാഷിന് തോന്നിയത്. എങ്കിലും സാമ്പത്തിക നില നോക്കുമ്പോൾ ശ്രീറാമിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടുന്നത് അപ്പുമാഷിന്റെ ഏത് കുട്ടിക്കും ഭാഗ്യമാണ്. അതുകൊണ്ട് തട്ടിയെറിയുന്നത് മടയത്തരാണ്. എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം തരണം മോനെ, അപ്പുമാഷ് ശ്രീറാമിനോട് പറഞ്ഞു. എനിക്കും ആലോചിക്കാനുണ്ട്, വിലാസിനിയമ്മ അറിയിച്ചു. എൻ്റെ മകന് വേണ്ടി അമൃതയെ കല്യാണം ആലോചിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. അമൃതയ്ക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ട. പകരം ഈ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു കുട്ടിയെ ശ്രീറാം കല്യാണം കഴിക്കുന്നത് ഒരു നാണം കെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് മറ്റൊന്നാണ്. ശ്രീറാം അപ്പുമാഷിനെ നോക്കി. ഈ വീട്ടിൽ അമൃതയല്ലാതെ 2 പെൺകുട്ടികൾ കൂടിയുണ്ടെന്നാണ്. അവരുടെ കാര്യത്തിൽ എനിക്ക് സമ്മതമെന്ന് മാഷ് പറഞ്ഞല്ലോ. എന്നിട്ടിപ്പോൾ ആശയുടെ കാര്യത്തിൽ ആലോചിക്കണമെന്ന് മാഷ് പറയുന്നത് എന്തുകൊണ്ടാ? അത് അപ്പുമാഷ് പതറി. സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ആശയുടെയും അമൃതയുടെയും മൂത്തതായിട്ട് ഇവിടെ ഒരു കുട്ടി കൂടിയുണ്ട്. എൻ്റെ മരുമകൾ മാളവിക. അവളുടെ കല്യാണം കഴിയാതെ ഏറ്റവും ഇളയവളായ ആശയുടേത് നടത്തുക എന്ന് വെച്ചാൽ അങ്ങനെ മറ്റൊരാളുടെ കല്യാണം കഴിയാനായിട്ട് എൻ്റെ മകൻ്റെ കല്യാണം നീട്ടിവെക്കാനാവില്ല മാഷെ, വിലാസിനി അമ്മ അറുത്തുമുറുത്ത് പറഞ്ഞു. ലോകത്ത് വേറെ പെണ്ണ് കിട്ടാനിട്ടല്ലോ. ഇതൊരു സിമ്പതിയുടെ പേരിൽ വന്ന് ആലോചിച്ചതാ. ഞങ്ങളുടെ നിലയ്ക്ക് ഒട്ടും ചേരുന്ന ബന്ധമല്ല ഇത്. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ഇത്ര വാലാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പെണ്ണ് വേണ്ട. അപ്പുമാഷ് തകർന്നുപോയി. ഈ വിധത്തിൽ മുമ്പ് ഒരിക്കലും അദ്ദേഹം അപമാനിതനായിട്ടില്ല. അകത്ത് എല്ലാം കേട്ട് അമൃതയും ആശയും മാളവികയും നിന്നിരുന്നു. മറ്റൊരു വ്യക്തിയായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമൃത ചുട്ട മറുപടി നൽകുമായിരുന്നു. പക്ഷെ വിലാസിനി അമ്മയോട് ഒന്നും ഒരുപാട് സ്നേഹവും കരുണയും കാണിച്ചിട്ടുള്ള സ്ത്രീയാണ്. കൈയച്ച് സഹായിച്ചിട്ടുമുണ്ട്. തന്നോടുള്ള പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കല്യാണാലോചനയ്ക്ക് മുതിർന്നതെന്നും അറിയാം. തെറ്റും തൻ്റെ പക്ഷത്താണ്. അവരുടെ മകൻ്റെ ഭാര്യയാകുവാൻ തനിക്ക് സാധ്യമല്ല. ആ നിലയ്ക്ക് മൗനമായിട്ട് ഒഴുകുകയേ മാർഗമുള്ളൂ. ആശയ്ക്ക് ദേഷ്യം തോന്നിയത് അച്ഛനോടായിരുന്നു. കണക്കായിപ്പോയി. ഈർഷ്യയിൽ അവൾ പുറവെടുത്ത്. അച്ഛൻ ഇങ്ങനെ തന്നെ കിട്ടണം. സ്വന്തം മക്കളേക്കാൾ അച്ഛന് കാര്യം മരുമക്കളെയാ. ഇങ്ങനെ ഒരു പുന്നാര മരുമകൾ ഇവിടെ ഉള്ളിടത്തോളം ഞങ്ങൾ 2 ഈ ജന്മം ഒരു ജീവിതം ഉണ്ടാവാൻ പോണില്ല. മാളവയ്ക്ക് അത് സഹിക്കാനായില്ല. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആശയുടെ കാര്യത്തിൽ മാഷിന് സമ്മതമാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചോളാം, ശ്രീറാം അപ്പുമാഷിനോട് പറഞ്ഞു. ആലോചിച്ച് എന്താ തീരുമാനം എന്ന് വെച്ചാൽ അങ്ങോട്ട് അറിയിച്ചാൽ മതി. കത്തുന്ന മിഴികളാൽ ശ്രീറാമിനെ നോക്കിക്കൊണ്ട് വിലാസിനി അമ്മ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഞാൻ വിവാഹിതനായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മതി, ശ്രീറാമിൻ്റെ അടുത്ത പ്രയോഗം. അതിൽ വിലാസിനി അമ്മ തളർന്നു. അവർ യാത്ര പറഞ്ഞു പോയ ശേഷം അപ്പുമാഷ് ആശയെ വിളിച്ചു. ഒന്നും അറിയാത്ത മട്ടിലാണ് അവൾ അച്ഛൻ്റെ മുന്നിലെത്തിയത്. നീ കേട്ടായിരുന്നോ പുറത്തെ സംസാരം? ഇല്ല. ആശ അത്ഭുതം നടിച്ചു. അമൃതയെ ആലോചിച്ച് വന്നതാ അവർ. പക്ഷേ അവൾക്കിത് വേണ്ടാന്ന്. അത് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞത് അത് ഞാൻ കേട്ടു. നാണത്തിലെ ആശ മുഖം കുനിച്ചു. നിന്റെ അഭിപ്രായം എന്താ? അച്ഛൻ്റെ ഇഷ്ടം. ആശയുടെ സ്വരം തുളുമ്പി. എങ്കിൽ പിന്നെ മാളുൻ്റെത് നടത്തിയിട്ടാ ആകാമെന്ന് പറയാം. അവളെ ഇവിടെ നിർത്തിക്കൊണ്ട് നിന്നെ ഇറക്കി വിടണത്. അപ്പുമാഷിൻ്റെ തൊണ്ടയിടറി. ആ വാചകം പൂർത്തിയായില്ല. ആശ മുഖമുയർത്തി അച്ഛനെ നോക്കി. എനിക്ക് വിരോധമൊന്നുമില്ല. മാളെടുത്തിട്ട് കല്യാണം കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രം. അപ്പുമാഷ് വിറച്ചുപോയി. കിതപ്പോടെ അദ്ദേഹം ആശയെ നോക്കി. എന്ന് പറഞ്ഞാൽ
എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കളയും. അച്ഛൻ്റെ മുഖത്ത് കരുതേച്ചെന്ന് പറയാതിരുന്നാൽ മതി. പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നു. അപ്പുമാഷ് തളർച്ചയിൽ തളത്തിലെ കട്ടിലിൽ ഇരുന്നു പോയി. അടുക്കളയിലെ വാതിക്കൽ അമൃതയും മാളവികയും ഉണ്ടായിരുന്നു. ഞാൻ ഈ വീട്ടിലൊരു ഭാര. മാളവിക ഏങ്ങി കരഞ്ഞു. മരിച്ചു കളയാന്നുണ്ട്. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ശ്രമിച്ചിട്ട് നാണം കെടാൻ വയ്യ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ അതിലും കഷ്ടാവും സ്ഥിതി. എന്താ ചെയ്യേണ്ട എൻ്റെ ഈശ്വര? ഹൃദയം പൊട്ടിയുള്ള കരച്ചിലായിരുന്നു അത്. അമൃതയ്ക്ക് സഹിച്ചില്ല അത്. കൈനീട്ടി അവൾ മാളവികയെ ചേർത്ത് പിടിച്ചു. മാളൂട്ടി, ഈ വീട്ടിലൊരിക്കലും ഒരു ഭാരമാവില്ല. മാളൂട്ടിക്ക് ഞാനുണ്ട്. എനിക്കൊരു ജീവിതം ഉണ്ടാവും മുമ്പ് മാളൂട്ടിക്കൊരു ജീവിതം ഉണ്ടാവും. മാളവിക വിശ്വസിക്കാനാവാത്ത പോലെ അമൃതയെ നോക്കി. പിന്നീട് അമൃത നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. താടിക്ക് കൈ കൊടുത്ത് ഏങ്ങി കരയുകയായിരുന്നു അപ്പുമാഷ്. അച്ഛനെന്തിനാ കരയണത്? അമൃത ചോദിച്ചു. ആശ പറഞ്ഞത് നീ കേട്ടില്ലേ? അവൾ പറഞ്ഞത് ശരിയാച്ച. വളരെ നേരത്തെ അവൾ അച്ഛൻ്റെ മുഖത്ത് കരുതേച്ച് പോയി കളയുമായിരുന്നു. ഞാൻ അവളെ തടഞ്ഞു വെച്ചത്. ഇനി എനിക്ക് അവളെ തടയാനാവില്ല. ഇതുപോലെ ഒരു അവസരം ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നും വരില്ല. ഞാനോ അച്ഛനോ വിചാരിച്ചാൽ വിലാസിനി മേഡത്തിൻ്റെ മകനെ പോലെ ഒരാളെ അവൾക്ക് നേടിക്കൊടുക്കാനാവില്ല. അപ്പുമാഷ് മുഖമുയർത്തി അത്ഭുതത്തിൽ അമൃതി നോക്കി. എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്തി കൊടുക്കണം അച്ഛാ. എന്നാലും അത് വേണ്ടതല്ലേ? അവളുടെ മംഗല്യഭാഗ്യം നേരത്തെ വന്നു കരുതിയാൽ മതി. അപ്പം മാളൂട്ടി? അപ്പുമാഷ് നിന്ന് കതച്ചു. മാളൂട്ടിയെപ്പോലെ ഞാനിവിടെ നിൽക്കുകയല്ല അപ്പ. മാളൂട്ടിയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. മാളൂട്ടിയെ കല്യാണം കഴിഞ്ഞേ എൻ്റേത് നടക്കൂ. ഞങ്ങളെ രണ്ടുപേരേക്കാൾ മുമ്പേ വിവാഹിതയാവേണ്ടവൾ ആശയാണ്. അച്ഛനെ ഞാൻ അക്കാര്യം ഇതുവരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. അന്ന് ആ വീഡിയോഗ്രാഫറുടെ ഒപ്പം പോയത് അച്ഛനും അറിയാമല്ലോ. പിന്നീട് അവൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലോ? ഇതിപ്പോൾ നമ്മൾ അന്തസ്സായിട്ടൊരു കല്യാണം കഴിച്ച് അയക്കുകയല്ലേ. ശരി മോളെ. ഒടുവിൽ അപ്പുമാഷ് സമ്മതിച്ചു. എനിക്കും സമ്മതം. എന്നാലും നാട്ടുകാരും സുഹൃത്തുക്കളും ഒരേ ശബ്ദത്തിൽ ചോദിക്കും. മൂത്ത കുട്ടികളെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ, മംഗല്യഭാഗ്യം. ആ ഒരു വാക്ക് പറഞ്ഞാൽ മതി അച്ഛൻ. എല്ലാവർക്കും മനസ്സിലാവും. ശരി. അപ്പുമാഷ് തലകുലുക്കി. നാളെ അതിരാവിലെ തന്നെ അച്ഛൻ വിലാസിനി മേഡത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയണം. അത് കഴിഞ്ഞ് എനിക്ക് അവരെ നേരിടാൻ പറ്റും. എല്ലാം നീ പറയണത് പോലെ. അപ്പുമാഷിന് തൊണ്ടേറി. മകളുടെ മുന്നിൽ താൻ വളരെ ചെറുതായതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഹൃദയത്തിൽ നന്മയുണ്ട്, പ്രവൃത്തികളിൽ ആദർശമുണ്ട്. പക്ഷെ സ്വന്തം കുടുംബത്തെ താങ്ങാൻ താൻ അശക്തനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അച്ഛൻ വിഷമിക്കണ്ട. അമൃത മാഷെ ആശ്വസിപ്പിച്ചു. എല്ലാം നല്ലതിനാന്നേ. മാഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. ചങ്ങാരത്തെ പടിക്കൽ നിന്നും കാറിൽ കയറിയ വിലാസിനി അമ്മയും മകനും തങ്ങളുടെ വീട്ടിലെത്തും വരെ പരസ്പരം ഒരക്ഷരം ശബ്ദിച്ചില്ല. സ്വീകരണ മുറിയിൽ കയറിയതും വിലാസിനി അമ്മ ഘനത്തിൽ അറിയിച്ചു. എനിക്ക് ശ്രീരാമനോടൊന്നും സംസാരിക്കാനുണ്ട്. ആ വീട്ടിൽ നിന്നും അമൃതയല്ലാതെ ഒരു പെണ്ണിനെ വേണ്ടെന്നല്ലേ ശ്രീറാം ചോദിച്ചു. അമൃതയെപ്പോലും നമുക്കിനി വേണ്ട. അത്രയ്ക്ക് എനിക്ക് കഴിച്ചു. വിലാസിനി അമ്മയുടെ മുഖം ചുളിഞ്ഞു. സെറ്റിയിലേക്ക് അവർ ചാഞ്ഞു കിടന്നു. എനിക്കും കഴിച്ചു. അമ്മയുടെ അരികിൽ വന്നിരുന്നു ശ്രീറാം. വിലാസിനി അമ്മ അമ്പരപ്പിൽ ശ്രീറാമിനെ നോക്കി. എന്നിട്ടാണോ അവളുടെ അനിയത്തിയെ കല്യാണം കഴിക്കണമെന്ന് നീ പറഞ്ഞത്? അമ്മയ്ക്കല്ലായിരുന്നു അവളോട് താല്പര്യം? ശ്രീറാം ചോദിച്ചു. അവളെ വർണ്ണിക്കാൻ 100 നാവാ. ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ പാതിവ്രതത്തിൻ്റെ ദേവത പോലെ പെരുമാറ്റം. ഞാനും വിചാരിച്ചു നല്ല കുട്ടിയൊക്കെ ആയിരിക്കുമെന്ന്. ഒക്കെ അഭിനയ. അവളെയും അവളുടെ വീടിനടുത്ത് സ്വർണ്ണക്കട നടത്തുന്ന ഒരുത്തന്നെയും ചേർത്ത് പുതിയൊരു അപവാദം നാട്ടിൽ പരന്നിട്ടുണ്ട്. അവർ തമ്മിൽ മിക്കവാറും വഴിയിൽ വെച്ച് കാണാറുണ്ടത്. എന്നിട്ട് നീ ഇതെന്താ എന്നോട് പറഞ്ഞില്ലേ? വിലാസിനി അമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അപവാദമായിരിക്കുമെന്ന് തന്നെ ഞാനും കരുതി. നമ്മുടെ അടുത്ത് പെരുമാറ്റം അത്തരത്തിലല്ലായിരുന്നു. പക്ഷേ ഈ ആലോചന അവൾ നിഷേധിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി അത് നേര് തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ അവളെ കല്യാണം കഴിക്കാനൊന്നും പോണില്ല. അങ്ങനെ ഒരുത്തിയുടെ അനിയത്തി എന്തിനാ നീ കല്യാണം കഴിക്കുന്നത്? എങ്ങനെയോ ഞാൻ ആ അഹങ്കാരിയെ ആശിച്ചു പോയമ്മേ. ആ നിരാശ മറക്കാനാ ഞാൻ അവളുടെ അനിയത്തിയെ തന്നെ കല്യാണം കഴിക്കാമെന്ന് വെച്ചത്. അവളോടുള്ള ഒരു പകപോക്കല അത്. ശ്രീറാമിൻ്റെ മുഖം താണു. സ്വന്തം ജീവിതം കൊണ്ടാണ് മോനെ ഏതോ ഒരു പെണ്ണിനോട് നീ പകപോക്കുന്നത്? വിലാസിനി അമ്മയ്ക്ക് വേവലാതിയായി. കല്യാണം എന്ന് പറയണത് ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അതെ, എന്നാലും ഒരിക്കലത് വേണമല്ലോ. ഈ കുട്ടിയായാലും എന്താ കുഴപ്പം? നല്ല സ്മാർട്ടായ കുട്ടി. ഇവളുടേതായ ജാടകളൊന്നുമില്ല. ഈ വർഷം നഴ്സിംഗ് തീരുമല്ലോ. ഗവൺമെൻറ് സർവീസിലെങ്ങാനും കയറിയാൽ നല്ലതല്ലേ? ഒരു ബിസിനസ്സുകാരനായ എനിക്ക് ഉദ്യോഗമുള്ളൊരു ഭാര്യയെ സൗകര്യ. എങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു കോളേജ് അധ്യാപികയുടെ ആലോചന വന്നപ്പോൾ നമുക്കത് നോക്കായിരുന്നില്ലേ? അതിന് ഈ പ്രതികാരത്തിൻ്റെ സുഖം കിട്ടില്ലമ്മേ. പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങൾക്കിട്ട് തൊഴിക്കാൻ പാടില്ല.
നിന്റെ അമ്മയൊരു പെണ്ണാണ്, വിലാസിനിയമ്മ ഓർമ്മപ്പെടുത്തി. എൻ്റെ അമ്മയിൽ മറ്റു പെണ്ണുങ്ങൾ പലതും പഠിക്കാനുണ്ട്. ആ സ്തുതിയിൽ വിലാസിനിയമ്മ ഒതുങ്ങി. കല്യാണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചില ഒഫീഷ്യൽ കാര്യങ്ങളിലും ഞാൻ കൈകടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ വിലാസിനിയമ്മ ശ്രീറാമിനെ നോക്കി. ഒക്കെ സസ്പെൻസാ, നാളെ രാവിലെ വെളിപ്പെടുത്താം. കുസൃതിച്ചിരിയോടെ ശ്രീറാം സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ കൃത്യം 9 തന്നെ അപ്പുമാഷ് വിലാസിനിയമ്മയുടെ വീട്ടിലെത്തി. വിലാസിനിയമ്മയ്ക്ക് അതിശയായി. എങ്കിലും യാതൊരു അസുഖവും ഭാവിക്കാതെ തന്നെ അവർ മാഷെ സ്വീകരിച്ചിരുത്തി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീറാമും മാഷിന് മുന്നിലെത്തി. എന്താ മാഷെ, മറുപടി യെസ്സോ നോയോ? ശ്രീറാം തിരക്കി. യെസ് തന്നെയാ, മാഷ് പുഞ്ചരിച്ചു. മൂത്ത കുട്ടികൾക്ക് ഇളയവള് വിവാഹിതയാവുന്നതിൽ വിരോധമൊന്നുമില്ല. പിന്നെന്തിനാ ഞാൻ വിരോധിക്കണം? ശ്രീറാം അമ്മയെ നോക്കി. എങ്കിൽ അടുത്തൊരു മുഹൂർത്തം കുറിപ്പിക്കാം, വിലാസിനിയമ്മ അറിയിച്ചു. ലളിതമായ കല്യാണം, മറ്റു നിബന്ധനകളൊന്നുമില്ല. സന്തോഷമായാണ് മാഷ് ഇറങ്ങിയത്. മാഷ് ചങ്ങാഴത്തെത്തിയ ശേഷമേ അമൃത ശ്രീറാം പിക്കിൾസിലേക്ക് പുറപ്പെട്ടുള്ളൂ. ഓഫീസിലെത്തിയതും അവളെ ശ്രീറാം തന്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു. ഒരു സർപ്രൈസ്, അമൃതയെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. നല്ലൊരു കോമ്പൻസേഷൻ നൽകി അമൃതയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ. മറ്റൊന്നല്ല, ഞങ്ങൾക്ക് ഇനിയും ഇതുപോലൊരു മഹതിയുടെ സേവനം ആവശ്യമില്ലല്ലോ. അധ്യായം 24. വെള്ളടി പോലെയാണ് ശ്രീറാമിന്റെ വാക്കുകൾ അമൃതയിൽ വന്ന് പതിച്ചത്. നല്ലൊരു കോമ്പൻസേഷൻ നൽകി പിരിച്ചുവിടാൻ എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആകെ ഒരു പിഴ വന്നത് ആ വിവാഹാലോചന നിരസിച്ചു എന്നതാണ്. എന്നിട്ടും വൈമനസ്യൊന്നും കൂടാതെ തൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു ശ്രീറാം. തങ്ങളതിനെ സമ്മതിക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് ഇതുപോലൊരു മഹതിയുടെ സേവനം ആവശ്യമില്ലെന്ന് പറഞ്ഞത്? കോമ്പൻസേഷൻ തുക മിസ് അമൃതയുടെ വീട്ടിലെത്തിക്കുന്നതാണ്. തൽക്കാലം അമൃതയ്ക്ക് തിരിച്ചു പോകാം. ശ്രീറാമിൻ്റെ അടുത്ത വാചകം. ഇനിയൊന്നും പറയണ്ട എന്ന ധ്വനിയുണ്ടായിരുന്നു അതിൽ. ഒരു നിമിഷം കൂടി അമൃത ശ്രീറാമിൻ്റെ മുന്നിൽ നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. നേരെ പുറത്തു പോയാലോ എന്ന് അവൾ ആലോചിച്ചു. സ്റ്റാഫിൽ ആരുമായിട്ടും അമൃതയ്ക്ക് അടുത്ത സൗഹൃദമില്ല. സമയത്തിനെത്തുക, സ്വന്തം ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, തിരിച്ചു പോവുക, അതായിരുന്നു അവളുടെ രീതി. അത്യാവശ്യത്തിന് മാത്രമേ ആരോടെങ്കിലും സംസാരിക്കാറുള്ളൂ. ഏറ്റവും അടുപ്പം കമ്പനി ഉടമയായ വിലാസിനിയമ്മയോട് തന്നെയായിരുന്നു. പിരിച്ചുവിട്ടത് അവരുടെ മകനാണ്. അവരും കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാം. അമൃത നേരെ വിലാസിനിയമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമൃത പുറത്തേക്ക് കടന്നപ്പോഴേ ശ്രീറാം ഇന്റർകോമിലൂടെ അമ്മയെ വിവരം ധരിപ്പിച്ചിരുന്നു. അമൃതയെ ഞാൻ പറഞ്ഞയച്ചു. അത് വേണോ മോനെ? വേണം, ഇറ്റ്സ് ഓവർ. പാവാടാ. പക്ഷെ അവളുടെ അനിയത്തി നാളെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാകുമ്പോൾ അവളിവിടെ സ്റ്റാഫായിരിക്കുന്ന മോശമല്ലേ? അമ്മ കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ ശ്രീറാം ലൈൻ കട്ട് ചെയ്തു. അപ്പോഴാണ് അമൃത ഹാഫ് ഡോർ തുറന്ന് വിലാസിനിയമ്മയുടെ മുന്നിലെത്തിയത്. വിലാസിനിയമ്മയ്ക്ക് അവളെ നേരിടാൻ പ്രയാസമുണ്ടായിരുന്നു. മകനു വേണ്ടിയുള്ള കല്യാണാലോചന നിരസിച്ചപ്പോൾ അവർക്ക് അമൃതയോട് അല്പം വൈരാഗ്യം തോന്നിയതാണ്. എന്നാൽ ശ്രീറാം അവളെ പിരിച്ചുവിട്ടതോടെ സഹതാപായി. ഒപ്പം വല്ലാത്തൊരു കുറ്റബോധം. നല്ല കുട്ടിയാണ് അമൃത, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവള്. താല്പര്യമില്ലാത്തൊരു പുരുഷന് വേണ്ടെന്ന് പറഞ്ഞുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടല്ലോ. വേണ്ടെന്നും അവൾ പറഞ്ഞിട്ടില്ല. മൂത്തവളായ മാളവികയുടെ കല്യാണം കഴിഞ്ഞു മതി എന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ പേരിൽ ശ്രീറാം അമൃതയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് ശരിയായില്ല എന്ന് തന്നെയായിരുന്നു വിലാസിനമ്മയ്ക്ക് തോന്നിയത്. ഞാൻ പോവുകയാണ് മാഡം, വളരെ പതിഞ്ഞ സ്വരത്തിൽ അമൃത അറിയിച്ചു. കോമ്പൻസേഷൻ വീട്ടിലെത്തിക്കാമെന്നാണ് ശ്രീറാം സാറ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പക്ഷെ അതൊന്നും വേണ്ട. ആഗ്രഹിക്കും പോലെ മാഡം വിളിച്ച് ജോലി തന്നു. അതൃപ്തി തോന്നുന്ന എന്തെങ്കിലും എന്നിൽ ഉണ്ടായതുകൊണ്ടാവും പിരിച്ചുവിട്ടത്. എനിക്ക് യാതൊരു പരാതിയില്ല. അമൃതയുടെ തൊണ്ട ഇട്ടറി. വിലാസിനി അമ്മയുടെ മുഖം ഉയർത്തി അത്ഭുതത്തിൽ അവളൊന്ന് നോക്കി. കണ്ണട എടുത്തു മാറ്റി സാരിത്തുമ്പാൽ കണ്ണുകൾ തുറച്ചു. ചെറുപ്പമല്ലേ അവൻ, വിലാസിനി അമ്മ സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു. ശുണ്ടിയും ദേഷ്യവും എടുത്തിയാട്ടം ഒക്കെ ഉണ്ട്. പക്ഷെ പാവാ, ഇത്തിരി കഴിയുമ്പോൾ മനസ്സലിയും. ചിലപ്പോൾ അവിടെ വന്ന് അമൃതയെ തിരിച്ചു വിളിച്ചു വന്നിരിക്കും. അങ്ങനെയുണ്ടായ അമൃത വരണം. നിന്റെ കസേര ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. സാരല്ല മാഡം, തിരിച്ചു വിളിച്ചാലും വീണ്ടും ഈർഷ്യ തോന്നിയാലേ ശ്രീറാം സാർ എന്നെ പിരിച്ചുവിട്ടെന്ന് വരും. അതുകൊണ്ട് ഇനി എന്നെ തിരിച്ചു വിളിക്കാതിരിക്കാൻ മാഡം സഹായിക്കണം എന്ന് വിചാരിച്ച് എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ അനിഷ്ടമൊന്നും തോന്നരുത്. ഈ വിവാഹം നടക്കുന്ന പ്രതീക്ഷയിൽ അങ്ങേയറ്റം സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. അതോർത്ത് അമൃത വിഷമിക്കണ്ട, വിലാസിനി അമ്മ പറഞ്ഞു. ശ്രീറാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കാം. പിന്നെ എൻ്റെ ഒറ്റ മകനവൻ. അവനും എനിക്കും ഇടയിലുള്ള ഈ നല്ല ബന്ധത്തിൻ്റെ കടിഞ്ഞാൺ
അമൃതയുടെ അനിയത്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇനി. എനിക്ക് എൻ്റെ മകൻ നഷ്ടമാവരുത്. അമൃത എനിക്ക് ഗ്യാരണ്ടി തരണം. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണല്ലോ മാഡം. എന്നാലും നല്ല ഉപദേശങ്ങൾ നൽകിയ ഞാൻ അവളെ അയക്കും. ഞങ്ങളുടെ അച്ഛനാണെങ്കിലും നല്ല ആദർശങ്ങളുടെ ആളാണ്. നന്മയുടെ പാഠങ്ങളെ ഞങ്ങൾ അവൾക്ക് നൽകൂ. എൻ്റെ അറിവിൽ വേറെ വല്ലയിടത്തും നല്ല വല്ല വേക്കൻസിയും വന്ന അമൃതയെ ഞാൻ അറിയിക്കും. ചില സ്ഥാപനങ്ങളിലൊക്കെ റെക്കമെൻഡ് ചെയ്യാനും എനിക്കാവും. നന്ദിയുണ്ട് മാഡം. അമൃത തൊഴുതു. പിന്നെ തിരിഞ്ഞ് വാതിൽ കടന്നു. സർവം നഷ്ടപ്പെട്ട മനസ്സുമായിട്ടാണ് അമൃത വീട്ടിൽ തിരിച്ചെത്തിയത്. അസമയത്ത് മടങ്ങി വന്നത് കണ്ട് മാഷ് കാര്യം തിരക്കി. അമൃത ഒന്നും വിളിക്കാതെ നടന്നതെല്ലാം വിശദീകരിച്ചു. അപ്പുമാഷിന് വലിയ വിഷമമായി. ഇങ്ങനെ ഒരു ദുഷ്ടന്റെ കൂടെ എങ്ങനെയാ ആശയെ പറഞ്ഞയക്കുക? അദ്ദേഹം ശങ്കയോടെ അമൃതയെ നോക്കി. ഇല്ലച്ചാ, തെറ്റിയപ്പോൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവൻ ദാമ്പത്യത്തിലും ഈ നയം തുടരുവോ? നിന്റെ അത്ര ക്ഷമ പോലും ഇല്ലാത്തവളാണ് ആശ. എനിക്കാ ക്ഷമയില്ലത്. അത് ഏടത്തിക്കോ? സംസാരം കേട്ട് ആശ മുറിയിലേക്ക് കയറി വന്നു. ഓരോരുത്തരുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ഏടത്തിയ. സ്കൂളിൽ പഠിക്കുമ്പോഴും ആ സ്വഭാവമായിരുന്നു. അന്നും ഏടത്തിക്ക് ഒരൊറ്റ കൂട്ടുകാരി പോലും ഇല്ല. ഇന്നും അത് തന്നെ അവസ്ഥ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. ഇവിടെ പറയാത്തതാ. അത് കേട്ടപ്പോൾ അപ്പുമാഷിന് നേരിയൊരു ശങ്ക തോന്നി. വായിൽ വരുന്നത് രണ്ടാമതൊന്നും ആലോചിക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന തരാണ് അമൃത. തെറ്റ് ആരുടെ കയ്യിൽ നിന്നും വന്നാലും അവൾ ചോദ്യം ചെയ്യും. ആവശ്യമില്ലാതെ ഒരിടത്തും തോറ്റുകൊടുക്കുകയില്ല. അപ്പുമാഷ ശങ്കയുടെ അമൃതയെ നോക്കി. അമൃത ഒരക്ഷരം പിന്നെ മിണ്ടിയില്ല. ആശയുടെ കല്യാണം നടത്തുന്നതിനെക്കുറിച്ചായിരുന്നു വീട്ടിൽ തുറന്നുള്ള ചർച്ച. മാളവികയ്ക്കായി മാറ്റിവെച്ചിരുന്ന ആഭരണങ്ങൾ മുഴുവൻ ആശയുടെ കയ്യിലേക്ക് വന്നു. അവ വിട്ടുകൊടുക്കുമ്പോൾ മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇത് അതേപടി മോൾക്ക് അമ്മാമ്മ തിരിച്ചു വരും കേട്ടോ. അപ്പുമാഷ് മാളവികയെ ആശ്വസിപ്പിച്ചു. ഒന്നില്ലേലും വിൽക്കാൻ ഈ തൊടിവും വീടും ഉണ്ടല്ലോ അമ്മാമ്മയുടെ കയ്യിൽ. ആശയുടെയും ശ്രീറാമിൻ്റെയും കല്യാണ നിശ്ചയം ഏറ്റവും ചെറിയ തോതിൽ നടന്നു. സദ്യ പോലും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ചായ സൽക്കാരം മാത്രം. ശ്രീരാമനോ അമ്മയ്ക്കോ ഡിമാൻഡുകളൊന്നുമില്ലായിരുന്നു. അപ്പുമാഷിന്റെ ദയനീയ സ്ഥിതി കണക്കിലെടുത്തിട്ടാവും കല്യാണച്ചനന് കുറച്ച് രൂപ കൂടി ഏൽപ്പിക്കാൻ വിലാസിനിയമ്മ തയ്യാറായിരുന്നു. മാഷിന് അതിൽ അഭിമാനക്കുറവ്. എങ്കിൽ അർഹമായ കുറച്ച് രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. അമൃതയുടെ കോമ്പൻസേഷൻ. തൽക്കാലത്തേക്ക് അതൊരു ഹെൽപ്പാവുമല്ലോ. വിലാസിനിയമ്മ. അത് വാങ്ങുന്നതിൽ മാഷിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അമൃതയും വഴങ്ങി. ജോലി നഷ്ടമായതിൻ്റെ പിറ്റേന്ന് തൊട്ട് അമൃത വീട്ടിലൊരു ട്യൂഷൻ സെൻ്റർ ആരംഭിച്ചിരുന്നു. അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ചുമതലയും അവിടെ ഏറ്റെടുത്തിരുന്നു. ആശയുടെ കല്യാണത്തിന് മുമ്പ് ആനന്ദിൻ്റെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ടും വന്നു. ജയിച്ചു. പക്ഷെ അധികം മാർക്കൊന്നുമില്ല. ഇനി അവൻ എന്താ ചെയ്യുക? അപ്പുമാഷ് വിഷമത്തോടെ അമൃതയോട് ചോദിച്ചു. അംഗഭംഗമുള്ള കുട്ടി പഠിക്കാനും മോശാച്ച എന്താ ചെയ്യുക? അച്ഛൻ വിഷമിക്കണ്ട, അമൃത ആശ്വസിപ്പിച്ചു. അവനെ മ്യൂസിക്കിന് വിട്ടാൽ മതി. താല്പര്യമുള്ള വിഷയമാകുമ്പോൾ അവനതിൽ ശോഭിക്കാൻ കഴിയും. അങ്ങനെ അമൃതയുടെ പിന്തുണയോടെ ആനന്ദ് മ്യൂസിക് അക്കാദമിയിൽ ചേർന്നു. രാവിലെ ബസ്സിന് പോവും, മടങ്ങി ബസ്സിനെത്തും. പൂമാത സ്കൂളിൽ നിന്ന് നടന്നാണ് പോരുന്നത്. അതുകൊണ്ട് ആദ്യമായുള്ള ബസ് യാത്ര ആനന്ദിന് വിഷമമായിരുന്നു. ക്രമേണ അവൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ആശയുടെ കല്യാണമായിട്ടും ഗോമതി അമ്മയ്ക്ക് അടുത്ത മുറിയിൽ കട്ടിൽ കിടക്കാനേ കഴിഞ്ഞുള്ളൂ. അസുഖം അല്പം കൂടി വർദ്ധിച്ചോ എന്നൊരു സംശയം. ഒന്നിനോടും പ്രതികരിക്കാറില്ലെങ്കിലും വീട്ടിൽ നടക്കുന്നതെല്ലാം ഗോമതി അമ്മ അറിയുന്നുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേരാത്രി അമൃതയെ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു. എന്നാൽ യാതൊന്നും പറഞ്ഞില്ല. ആശ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആശയം കൊണ്ട് അമ്പലത്തിൽ പോയത് മാളവികയായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഒരു അയൽക്കാരി ആശ കേൾക്കാതെ മാളവികയുടെ കാതിൽ പറഞ്ഞു. മരുമകളുടെ കല്യാണം നടത്തിയിട്ട് മകളുടെ കാര്യം ചിന്തിക്കുന്ന ആപ്പുമാഷ് ആദർശം പറഞ്ഞിട്ട് എന്തായി? ഇത്രയുള്ള എല്ലാവർക്കും അവനവൻ്റെ കാര്യം തന്നെ വലുത്. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ കൂപ്പി നടക്കിൽ നിന്നപ്പോൾ തനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ച് കഴിയുമ്പോൾ അമൃത ഇതുപോലെ വിവാദിയായി പോകും. അവൾക്കൊരു പുരുഷനെ കിട്ടാൻ പ്രയാസമില്ല. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത തൻ്റെ ഇടവും താൻ പോരുമയുണ്ട്. അമൃതയ്ക്ക് വന്ന ആലോചനയാണല്ലോ ആശയ്ക്ക് കൈമാറിയത്. ആദ്യ അവസരം വന്നത് തനിക്കാണ്. സ്വർണ്ണക്കടക്കാരനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കണ്ണടച്ച് ശ്രീരാമനെ തള്ളി. രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ ആശ ആ അവസരം പ്രയോജനപ്പെടുത്തി. അപ്പോൾ അവൾ പറയുകയും ചെയ്തു, തൂങ്ങിക്കിടക്കാനെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ
ഞാൻ ആദ്യം വരുന്ന ബസ്സിൽ തന്നെ കയറൂ. അടുത്ത ബസ്സിൽ അത്ര പോലും സ്ഥലമില്ലെങ്കിലോ എന്ന്, അല്ലെങ്കിൽ ആ ബസ് നിർത്തിയില്ലെങ്കിലോ എന്ന്. ആശയുടെ തത്വമാണ് ശരിയെന്ന് മാളവികയ്ക്ക് തോന്നി. മനോജിനെ ഒന്ന് കാണണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ വിവാഹം കഴിക്കാൻ പൊന്നും പണവും തടസ്സമാവുമെന്ന് ചോദിക്കണം. ജോലി നഷ്ടപ്പെട്ട ശേഷം അമൃതയെയും മനോജിനെയും കാണാറില്ലായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ട അവസരം അവൾക്കുണ്ടായിട്ടില്ല. മനോജ് തേടി വരുന്ന വെറുതെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായതുമില്ല. അതുകൊണ്ട് ആശയുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് വസന്തമാളിക ജ്വല്ലറിയുടെ പേരിൽ പോസ്റ്റിൽ അയച്ചു. മനോജ് തന്നോട് പിണങ്ങിയോ എന്ന് അമൃതയ്ക്ക് സംശയമുണ്ടായിരുന്നു. എന്നാലും കല്യാണത്തിന് വരുമെന്ന് തന്നെ അവൾ പ്രതീക്ഷിച്ചു. വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അയൽക്കാരെയും നാട്ടുകാരെയും പൂമാത സ്കൂളിലെ മുഴുവൻ സ്റ്റാഫിനെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രതീക്ഷിച്ചതിലെ ആൾക്കൂട്ടം അപ്പുമാഷോടുള്ള പ്രത്യേക സ്നേഹം വെച്ച് ആരും ആ ചടങ്ങ് ഒഴിവാക്കിയില്ല. എല്ലായിടത്തും ഓടി നടക്കാൻ അമൃത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതിഥികളെ സ്വീകരിച്ചും കുശലം ചൊല്ലിയും ഇരുത്തേണ്ട ചുമതലയായിരുന്നു അപ്പുമാഷിന്. ബാക്കിയെല്ലാം അമൃതയാണ് ചെയ്തത്. പണം സൂക്ഷിച്ചിരുന്നത് ചെലവഴിച്ചതും അവളാണ്. കലവറയുടെ കാവലും അവളായിരുന്നു. അതിനിടയിൽ ഊണ് കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു നോക്ക് അവൾ മനോജിനെ കണ്ടു. കണ്ണുകൾ പരസ്പരം ഇഴഞ്ഞു. അമൃതർ ചുണ്ടു വിതുമ്പി. ആ കാൽക്കൽ വീണൊന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് കൈ കഴുകിയ ശേഷം അമൃതയൊന്ന് കാണണമെന്ന് കരുതി മനോജ് കലവറയുടെ മുന്നിലെത്തി. അപ്പോഴും പിന്നിലെ വരാന്തയിൽ മാളവികയുണ്ട്. മനോജിനെ ഇരിക്കണമെന്ന് വെച്ചാൽ നടുവത്തെ സൗകര്യമുണ്ട്, ആള് പറഞ്ഞു. ഞാൻ തിരിച്ചു പോവാ. മനോജ് ഒഴിഞ്ഞു മാറി. മാഷിനോടോ അമൃതയോടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. അമ്മാമ്മ തെക്കിനില്ല. ശ്രീറാമിന്റെ അമ്മാമ്മമാരുമായിട്ട് വർത്താനം പറയണു. അമൃത ആശ ഒരുക്കുക. പുറപ്പെടേണ്ട സമയത്തിലായത്ര. പിന്നെ മാളവിക എന്താ ഇവിടെ വന്നിങ്ങനെ തനിച്ച്? ഞാൻ മനോട്ടിനെ കാണാനായിട്ട് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് പോന്നതാ. നാളം കൊണ്ട് മാളവിക തുളുമ്പി. മനോജിന് വല്ലാത്തൊരു ഈർഷ്യം തോന്നി. എനിക്ക് മനോട്ടിനോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കണം. ഇവിടെ വെച്ച് പറ്റില്ല. ചുറ്റുമൊന്ന് കണ്ണടച്ചിട്ട് മാളവിക തുറന്നു. ഒരു ദിവസം ഞാൻ ജ്വല്ലറിയിലേക്ക് വരട്ടെ. എന്താ പറയാനുള്ളത്? മനോജിന് അമ്പരപ്പായി. അതൊക്കെ അന്നേരം പറയാം. മാളവിക തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയാൻ ആഞ്ഞതാണ് മനോജ്. അപ്പോഴേക്കും പലരുടെയും കണ്ണുകൾ അയാളിലായി. അതോടെ മനോജ് മെല്ലെ തിരിഞ്ഞു നടന്നു. കുരവയുടെയും ആർപ്പിൻ്റെയും അകമ്പടിയോടെ ആശ ശ്രീറാമിൻ്റെ ഒപ്പം ചങ്ങാഴത്ത് വീടിൻ്റെ പടിയിറങ്ങി. ഇടവഴിയിൽ നിന്നും കാറിൽ കയറി. യാത്രയക്കാനെത്തിയ അപ്പുമാഷയും അമൃതയും മാളവികയും നോക്കി അവൾ കാറിലിരുന്ന് കൈവീശി. അന്ന് സന്ധ്യയ്ക്ക് ഒരു നിഴല് ചങ്ങാഴത്തെ പടികിടന്ന് മുറ്റത്തെത്തിയ അപ്പുമാഷിന് ആളെ മനസ്സിലായി. മാളവികയുടെ അച്ഛൻ രാഘവൻകുട്ടി. പക്ഷെ ക്ഷീണിച്ചിരുന്നു അയാൾ. നടപ്പിലും ഒരു പരവശത. പക്ഷെ ശബ്ദത്തിനൊരു മാറ്റമില്ല. എവിടെ എൻ്റെ മകള്? അയാൾ ആക്രോശിച്ചു. അധ്യായം 25. അസഹ്യമായ കോപമാണ് അപ്പുമാഷിനുണ്ടായത്. ആരോടും ശോഭിക്കാത്ത അദ്ദേഹത്തിന് രാഘവൻകുട്ടിയെ കണ്ട ചോര തിളയ്ക്കും. അയാൾ ചെയ്തതെല്ലാം ഒന്നൊന്നായിട്ട് ഓർമ്മ വരും. ചെയ്തതെല്ലാം ഈ മൃഗത്തിന് ഒരു കുറ്റബോധമില്ല. ഇപ്പോഴും വന്നു നിന്ന് ആക്രോശിക്കുകയാണ്. കടക്ക് പുറത്തു നിന്ന് ഗർജിക്കാൻ ഒരുമ്പെട്ടതാണ് അപ്പുമാഷ്. ചാരുകസയിൽ നിന്നും ചാടി എഴുന്നേറ്റതാണ്. അപ്പോഴാണ് അച്ഛ എന്ന വിളിയോടെ മാളവിക ഓടി ഉമ്മറത്തേക്ക് വന്നത്. അതോടെ അപ്പുമാഷ് തളർന്നു. കസേരയിലേക്ക് തന്നെ മലർന്നു. അച്ഛനെന്ന് നരാധമനെ ചെയ്തതൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയില്ല എന്നാണ് മാഷി ചിന്തിച്ചത്. അച്ഛൻ ചത്തില്ല. മുറ്റത്തുകൊണ്ട് ആടിക്കൊണ്ട് രാഘവൻകുട്ടി മകളോട് പറഞ്ഞു. ചത്തിരുന്നെങ്കിൽ നിന്നോട് ഇവരിത് ചെയ്താലും ചോദിക്കാൻ ഞാൻ എത്തുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ രാഘവൻകുട്ടി ജീവനോടെ ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. അച്ഛനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഇവിടെ ആരും എന്നോടൊന്നും ചെയ്തില്ലല്ലോ. സങ്കടത്തിൽ മാളവിക രാഘവൻകുട്ടിയെ നോക്കി. ആരും നിന്നോടൊന്നും ചെയ്തില്ലേ? രാഘവൻകുട്ടി തിണ്ണയിലിരുന്നു. നിന്റെ കല്യാണം നടത്താതെ സ്വന്തം മകളുടെ കല്യാണം നടത്തിയില്ലെന്നായിരുന്നു ഇയാൾ വാക്ക് തന്നിരുന്നത്. അപ്പുമാഷിന് നേർക്ക് അയാൾ കൈ ചൂണ്ടി. ഇപ്പം നടന്നത് നിന്റെ കല്യാണമാണോ അതോ ഇയാളുടെ മോടെ കല്യാണമാണോ? പറയടി. ആശയെ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു. അമ്മാമ്മ കല്യാണം നടത്തി കൊടുത്തു. അത്രയേ ഉള്ളൂ. ആശയുടെ മൂത്ത അമൃത ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അച്ഛാ. അമൃത നിൽക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയണ്ട. എൻ്റെ മകളുടെ കാര്യം മാത്രമേ എനിക്ക് നോട്ടുള്ളൂ. എങ്കിൽ തൻ്റെ മകളുടെ കല്യാണം താൻ നടത്തി കൊടുക്ക്. കാണട്ടെ. അപ്പുമാഷ് വിളിച്ചു പറഞ്ഞു. നടത്തി കൊടുക്കടാ. താൻ അവളെ എൻ്റെ ഒപ്പം പറഞ്ഞുവിട്. ഇപ്പോൾ ഈ നിമിഷം ഞാൻ കൊണ്ടുപോകും. അതിനു മുന്നിൽ അപ്പുമാഷ് നിശബ്ദനായി. മാളവികയ്ക്ക് ഭയം തോന്നി. അച്ഛൻ ചെയ്തിട്ടുള്ളതെല്ലാം അവൾക്കറിയാം. എന്നാലും അയാളെ വെറുക്കാൻ പറ്റുന്നില്ല.
കടന്നു പോകൂ എന്ന് പറയാനാവുന്നില്ല. മോളെ, നീ വന്നാ നിനക്കവിടെ ശല്യത്തിന് ഒരു മനുഷ്യരുമില്ല. തിണ്ണയിലിരുന്ന് രാഘവൻകുട്ടി തുറന്നു. ഭൈമിയും ഞാനുമായിട്ട് പിരിഞ്ഞു. അവളെന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ കവലയിലൊരു കൊച്ചു മുറി വാടകയ്ക്കെടുത്ത് അച്ഛൻ താമസിക്കുന്നത്. ഇവിടെ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടായാലും അങ്ങോട്ട് പോകാം. അച്ഛന് വേലയും കൂലിയൊന്നും ഇല്ലെങ്കിലും നിന്നെ പട്ടിണിക്കിടൂല. ആ വർത്തമാനം കേട്ടിട്ട് ആ കിരാതന്റെ മുഖത്ത് തുപ്പണമെന്ന് തോന്നി മാഷിന്. എങ്കിലും അദ്ദേഹം കടിച്ചു പിടിച്ച് ക്ഷമിച്ചു. ഞാനിനി വരണില്ല അച്ഛ, മാളവിക പറഞ്ഞു. എനിക്കിവിടെ ഒരു കുറവുമില്ല. ആ മറുപടി കേട്ട് അപ്പുമാഷിന് സന്തോഷമായി. അപ്പോൾ അച്ഛനെക്കുറിച്ച് നിനക്കൊരു വിചാരമില്ല. ഞാനവിടെ തനിച്ചാ? രാഘവൻകുട്ടി സങ്കടം അഭിനയിച്ചു. മാളവിക മിണ്ടിയില്ല. ഇപ്പോഴത്തെ എൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് മോളെ. രാഘവൻകുട്ടി തുറന്നു. പണിയില്ല, കാശില്ല, സഹായിക്കാൻ ആരുമില്ല, സ്വന്തമെന്ന് പറയാനും. മാളവികയ്ക്ക് നൊന്തു. ഉള്ളിലെവിടെയോ അലിവിൻ്റെ ഉറവ പൊട്ടി. അച്ഛനെ ഇവിടെ നിൽക്ക് എന്ന് പറയാൻ അവൾക്ക് അവകാശമില്ലായിരുന്നു. അച്ഛനെ വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അച്ഛനെ അമ്മാമ്മ സഹിക്കും? താൻ പോലും അമ്മാമ്മയ്ക്കൊരു ചുവടാണല്ലോ. ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതാ. രാഘവൻകുട്ടി നിശ്വസിച്ചു. പിന്നെ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. കയ്യിൽ കാശില്ലാതാ. പക്ഷെ വയറ്റിൽ വേണ്ടാത്തൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ടല്ലോ, മാളവിയെ കുറ്റപ്പെടുത്തി. കാശ് കൊടുത്ത് വാങ്ങി കുടിച്ചതല്ല മോളെ. രാഘവൻകുട്ടി വീണ്ടും ദൈന്യം ഭാവിച്ചു. ഒരു പഴയ സ്നേഹിതൻ സൽക്കരിച്ചതാ. വേണ്ടാന്ന് പറഞ്ഞില്ല. എനിക്കെൻ്റെ ദുഃഖങ്ങൾ മറക്കണ്ടേ? സ്വയം തലയിൽ വലിച്ചു വയ്ക്കുന്ന ദുഃഖങ്ങളല്ലേ. ഇനിയെങ്കിലും അച്ഛന് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? ഇനി ഞാൻ യാതൊന്നും ചെയ്യില്ല മോളെ. രാഘവൻകുട്ടി സത്യം ചെയ്തു. എൻ്റെ മോളാണ് സത്യം. ഞാനിനി മര്യാദയായി ജീവിക്കും. മാളവികയുടെ മുഖം തെളിഞ്ഞു. പക്ഷെ അമൃതയ്ക്ക് ആ പ്രതിജ്ഞ ഒട്ടും വിശ്വാസമായിട്ട് തോന്നിയില്ല. ഒരു മദ്യപാനിയുടെ പ്രതിജ്ഞയാണ്, വിശേഷിച്ച് മദ്യത്തിൻ്റെ ലഹരിയിലുള്ള പ്രതിജ്ഞ. എങ്കിലും അയാൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കേണ്ടത് മര്യാദയാണെന്ന് അവൾക്ക് ബോധ്യം വന്നു. വിശക്കണുണ്ടെങ്കിൽ ചോറ് വിളമ്പട്ടെ രാഘവമാമേ, അമൃത അയാളോട് ചോദിച്ചു. രാഘവൻകുട്ടി സന്തോഷത്തിൽ മുഖമുയർത്തി. കുറച്ചു മതി, അയാൾ പറഞ്ഞു. ആ മനുഷ്യൻ ശരിക്കും ഗതികെട്ടാണ് വന്നിരിക്കുന്നതെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. ചോദ്യഭാവത്തിൽ അവൾ അച്ഛനെ ഒന്ന് നോക്കി. ആ മുഖത്ത് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റാരേക്കാളും മനസ്സലിവുള്ള കൂട്ടത്തിലാണ് തൻ്റെ അച്ഛനെന്ന് അയാൾക്കറിയാം. അച്ഛൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ടാണ് നീചനായ ഈ മനുഷ്യൻ ഈ വീട്ടിൽ കയറി വരാൻ ധൈര്യം ഉണ്ടാവുന്നത്. വരൂ, അമൃത രാഘവൻകുട്ടി അകത്തേക്ക് വിളിച്ചു. രാഘവൻകുട്ടി എഴുന്നേറ്റു. വേച്ചു പോകുന്നത് മാളവിക അയാളുടെ കൈ പിടിച്ചു. അമൃതയാണ് ചോറ് വിളമ്പിയത്. തൈരെടുക്കാം, മാളവിക അമൃതയുടെ കാതിൽ പറഞ്ഞു. കള്ളിൻ്റെ ദോഷം തീരാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അമൃത ഒരു വലിയ ഗ്ലാസ് നിറയെ തൈര് കൊണ്ടുവന്ന് രാഘവൻകുട്ടിയുടെ മുന്നിൽ വെച്ചു. പക്ഷെ തൈര് ഒഴികെയുള്ള സാധനങ്ങൾ മാത്രമേ അയാൾ കഴിച്ചുള്ളൂ. ഇവിടെ ഇപ്പോഴും മീനും ഇറച്ചിയും കയറ്റൂലേ? രാഘവൻകുട്ടി മാളവിക നോക്കി. ഇല്ല, മാളവിക പറഞ്ഞു. ആശയുടെ ചെറുക്കൻ വിരുന്നുണ്ണാൻ വരുമ്പം കാണാം. രാഘവൻകുട്ടി ചിരിച്ചു. ഈ ലോകത്തിപ്പോൾ പച്ചക്കറി മാത്രം തിന്നുന്നവർ നിങ്ങൾ മാത്രമേ കാണൂ. മാളവിക അതിന് മറുപടി പറഞ്ഞില്ല. ഏമ്പക്കമിട്ട് രാഘവൻകുട്ടി എഴുന്നേറ്റ്. അഭയനെ പ്രതീക്ഷിച്ചല്ലേ മോളെ നീ കുറേ കാലം ഇവിടെ നിന്നത്? കൈ കഴുകുമ്പോൾ അയാൾ മാളവികയോട് ശബ്ദം താഴ്ത്തി തിരക്കി. ആ കഴിവറുടെ മോനൊരു പോക്ക് പോയല്ലോ. ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കണത്? അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, മാളവിക അപേക്ഷിച്ചു. അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവരെക്കുറിച്ച് മോശം പറയുക, അമ്മാമ്മയോട് വഴക്കിടുകയോ ചെയ്താൽ എനിക്ക് അച്ഛൻ്റെ പക്ഷത്ത് നിൽക്കാനാവില്ല. രാഘവൻകുട്ടി അമ്പരപ്പിൽ മാളവിക നോക്കി. അച്ഛൻ കവലയിലെടുത്ത വാടക മുറിയിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് വന്ന് താമസിച്ചുള്ള കുഴപ്പങ്ങൾ അച്ഛന് മനസ്സിലാവില്ല. എനിക്കത് നന്നായിട്ട് മനസ്സിലാവും, മാളവിക പറഞ്ഞു. രാഘവൻകുട്ടി സ്തബ്ധനായി. മാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. അച്ഛൻ്റെ ഭൈമിയെപ്പോലെ എങ്ങനെയും ജീവിക്കാമെന്ന് കരുതുന്ന തരമല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് നിന്നെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് സാരം. അച്ഛനെക്കൊണ്ട് എനിക്കും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിലേ എന്നെക്കൊണ്ട് അച്ഛനും പ്രയോജനം ഉണ്ടായേനെ. തർക്കുത്തരം പറയാ നീ? രാഘവൻകുട്ടിക്ക് ചുണ്ടി വന്നു. തർക്കുത്തരം തന്നെയാ, മാളവിക വിട്ടുകൊടുത്തില്ല. അമ്മാമ്മൻ്റെ കല്യാണം നടത്താത്തതിന് അച്ഛൻ വഴക്ക് പറഞ്ഞില്ലേ? അമ്മാമ്മയ്ക്ക് പെൺമക്കൾ രണ്ടാ, അച്ഛന് ഞാൻ ഒരുത്തി. എൻ്റെ കല്യാണം നടത്തേണ്ട ഉത്തരവാദിത്തം അച്ഛനല്ലേ? രാഘവൻകുട്ടിക്ക് ഉത്തരം മുട്ടി. മദ്യലഹരി അയാളിൽ നിന്നും ഇറങ്ങിപ്പോയതുപോലെ അയാളിൽ മനുഷ്യസഹജമായ ചമ്മലും പതർച്ചയും പ്രകടമായി. അച്ഛനെ ഞാൻ അച്ഛനായിട്ട് കാണണമെങ്കിൽ അച്ഛനെന്നെ മകളായിട്ട് കാണണം, കണക്കാക്കണം. അതിനാവില്ലെങ്കിൽ ഇനിയും അച്ഛനിങ്ങോട്ട് പോരണ്ട. വെറുതെ എന്തിനാ ഇവിടെ ഉള്ളവരെ കൂടി എന്നെ
നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. തീർത്തും പറയാണോ നീ? അതെ, ഇവിടെയുള്ളവരുടെ എല്ലാം മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് ഇവരുടെ പക്ഷത്ത് നിൽക്കാതെ പറ്റില്ല. എനിക്ക് നീ ഒരുത്തിയല്ലേ ഉള്ളൂ, രാഘവൻകുട്ടി ഓർമ്മപ്പെടുത്തി. ആ വിചാരം അച്ഛനല്ലേ ഉണ്ടാവേണ്ടത്, എനിക്കല്ല. എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ മാപ്പ് തന്നില്ലേ? ഇത് അവസാനത്തെ മാപ്പാ. ഇനി അച്ഛനിൽ നിന്നും മോശമായ എന്തെങ്കിലും ഉണ്ടായാൽ മേലിൽ ഈ പടി കയറരുതെന്ന് പറയുന്നത് ഞാനായിരിക്കും. കുറച്ചു നേരത്തേക്ക് രാഘവൻകുട്ടി ശബ്ദിച്ചില്ല. മാളവിക പിന്നെ ഒന്നും പറഞ്ഞുമില്ല. പറഞ്ഞത് അല്പം കൂടുതലായോ എന്ന ശങ്ക അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ഇനിയും അമ്മാമ്മയുടെ മെക്കിട്ട് കയറും. അതെൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. വെള്ളപ്പൊക്കം പോലെ ഓർക്കാപ്പുറത്ത് കയറി വരികയും വരണവേഗത്തിൽ മടങ്ങുകയും ചെയ്യും അച്ഛൻ. അപ്പോൾ തനിക്കുണ്ടാവുക ഇവിടെയുള്ളവർ മാത്ര. എത്ര തവണ പഠിച്ചു താൻ? നോക്ക്, നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരും. നീണ്ട മൗനത്തിന് ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് രാഘവൻകുട്ടി അറിയിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുക്കനെ ഞാൻ കൊണ്ടുവരും. അത് അടുത്തടവായിരിക്കുമെന്ന് മാളവികയ്ക്ക് സംശയം. അച്ഛൻ കൊണ്ടുവരുന്ന ആളെ എങ്ങനെ വിശ്വസിക്കും? അച്ഛൻ എനിക്ക് വേണ്ടി ആരെയും കൊണ്ടുവരണ്ട, മാളവിക പറഞ്ഞു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്ന ആളോ? രാഘവൻകുട്ടിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അപ്പോൾ നീ മോശമല്ലല്ലോ. ഇതുവരെ എന്നെ കുറ്റപ്പെടുത്തിയ നിനക്ക് എങ്ങനെ ഇത് എന്നോട് പറയാൻ ധൈര്യമുണ്ടായി? ഇങ്ങനെയാണ് ഈ പള്ളിക്കൂടും വാദ്യാരും നിന്നെ വളർത്തിയത്? രാഘവൻകുട്ടിയുടെ ശബ്ദം വരുന്നപ്പോൾ മാളവികയ്ക്ക് പരിഭ്രമായി. അച്ഛൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇഷ്ടമൊന്നല്ല. എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന് നേരെ വന്ന അമ്മാമ്മയോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് പെണ്ണും കണ്ടു. ആ സംഭാഷണം കേട്ടുകൊണ്ട് അടുത്ത മുറിയിലിരുന്ന അമൃതയ്ക്ക് വേവലാതെയായി. മാളൂട്ടി ഇനിയും ആ വിഷയം വിട്ടിട്ടില്ല. അവളത് ആ വൃത്തികെട്ട മനുഷ്യനെ അറിയിക്കുകയാണ്. അയാളിനി എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു അവളുടെ ഭയം. എല്ലാവർക്കും എന്നെ ഇഷ്ടമായി, മാളവിക തുടരുകയാണ്. കുറച്ച് സ്വർണത്തിൻ്റെ കുറവിലാണ് ആ കല്യാണം നടക്കാതെ പോയത്. ഏതവനാ അത്? എൻ്റെ മകളെ ആശിപ്പിച്ച് ചതിപ്പിച്ചവൻ. രാഘവൻകുട്ടി ക്രോധനായി. ഇവിടെ വസന്തമാളിക എന്നൊരു സ്വർണ്ണക്കട നടത്തുന്ന ആളാ. എന്നോട് അച്ഛന് സ്നേഹമുണ്ടെങ്കിൽ ആ കല്യാണം നടത്തി തന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ നിന്നോളാം. സ്വർണ്ണക്കട നടത്തുന്നവനാ? രാഘവൻകുട്ടിയുടെ കണ്ണുകൾ ആശ്ചര്യത്തിലും സന്തോഷത്തിലും വിടർന്നു. മോള് വിഷമിക്കണ്ട. സ്വർണത്തിൻ്റെ ഒരു പൊടി പോലും അവൻ ചോദിക്കത്തില്ല. പറന്നു വന്ന് അവൻ നിന്നെ കല്യാണം കഴിക്കും. അതിനുള്ള വഴി ഈ രാഘവൻകുട്ടിക്കറിയാം. വെട്ടിത്തിരിഞ്ഞ് രാഘവൻകുട്ടി പുറത്തേക്ക് പോയി. അച്ഛൻ നിൽക്ക്, മാളവിക പറഞ്ഞു. പക്ഷെ രാഘവൻകുട്ടി നിന്നില്ല. പുറകെയോടെ അവൾ എമ്മറത്തെത്തിയപ്പോഴേക്കും ചങ്ങാരത്തെ വീടിൻ്റെ പടി കടന്ന് അയാൾ പോയിരുന്നു. മാളവിക ശരിക്കും ധർമ്മസങ്കടത്തിലായി. വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛൻ ചെന്ന് മനോജനോട് വഴക്കിടും. തന്നോടുള്ള താല്പര്യം കൂടി നഷ്ടപ്പെടുകയും ചെയ്തു. രക്ഷയ്ക്കെന്നോണം മാളവിക ചുറ്റും കണ്ണോടിച്ചു. അപ്പുമാഷ് പ്രാർത്ഥനയ്ക്കായി പൂജാമുറിയിൽ കയറിയിരിക്കുന്നു. ആനന്ദ് പഠനമുറിയിലാണ്. സംഗീതം പരിശീലിക്കുകയാണ് അവൻ. മാളവിക തിരികെ ഓടി അടുക്കളയിലുണ്ടായിരുന്ന അമൃതയുടെ അരികിലെത്തി. എല്ലാം ഞാൻ കേട്ടു, മാളവിക പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അമൃത അറിയിച്ചു. മാളൂട്ടിക്ക് അല്പം തൻ്റെ ഉണ്ടെന്ന് ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷെ സ്വർണ്ണക്കടക്കാരൻ്റെ ആലോചനയെക്കുറിച്ച് രാഘവൻ മാമയോട് പറയാൻ പാടില്ലായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടോണം. എന്താ അമൃത ഇനി ഞാൻ ചെയ്യുക? മാളവിക കരയാൻ തുടങ്ങി. ആ ആശ വിടണതാ നല്ലതെന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയണു, മാളൂട്ടി അത് മറക്കണം. എന്തുകൊണ്ടാണ് അമൃത അത്? മാളവിക ഏങ്ങലടിച്ച് കരഞ്ഞു. എനിക്ക് സ്വർണ്ണം ഇല്ലാഞ്ഞിട്ടാ. മാളിങ്ങനെ മണ്ടിയാവരുത്. അമൃത മാളവികയുടെ ചുമലിൽ തഴുകി. അയാൾ നിന്നെ യാഥാർത്ഥ്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർണത്തിന് വേണ്ടിയിട്ട് നിന്നെ വേണ്ടാന്ന് വെക്കില്ല. ഇത്രയധികം സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കടയുടെ ഉടമയല്ലേ. അപ്പോൾ പിന്നെ മാളവിക കഥച്ചു. അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല. നുണ, അത് ഞാൻ വിശ്വസിക്കില്ല. നിനക്കെന്നോട് അസൂയ. ഉച്ചത്തിൽ ഏങ്ങലടിച്ചുകൊണ്ട് മാളവിക തിരിഞ്ഞോടി. കിടക്കയിൽ ചെന്ന് കമഴ്ന്നു വീണ് അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു. ഒരു സ്വർണ്ണക്കട ഉടമയ്ക്ക് തൻ്റെ മകളെ താല്പര്യം തോന്നുക. അയാൾ അവളെ കല്യാണം കഴിക്കണമെന്ന് രാഘവൻകുട്ടിക്ക് ഒരു നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഒരു സ്വർണ്ണഖനി തന്നെ മുന്നിൽ തുറന്നതെന്നാണ് അയാൾക്ക് തോന്നിയത്. പക്ഷെ രാഘവൻകുട്ടി കവലയിലെത്തിയപ്പോഴേക്കാണ് വസന്തമാളിക അടച്ചിരുന്നു. തിരികെ ചങ്ങാഴത്തേക്ക് അയാൾ പോയി. കവലയിലുള്ള മദ്യഷോപ്പിൽ കയറി ഒന്നുകൂടി നന്നായിട്ട് മിനുങ്ങി. കുറച്ച് തെറി കൂവിയ ശേഷം വഴിയിൽ തന്നെ വീട് കിടന്നുറങ്ങി. പിന്നീന്ന് വസന്തമാളിക തുറന്ന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഘവൻകുട്ടി മനോജിൻ്റെ മുന്നിലെത്തി. എന്നിട്ട് സ്വർണം എടുക്കാൻ വന്നതായി മനോജിന് തോന്നിയില്ല. എന്തു വേണം?
അയാൾ ചോദിച്ചു. മാളവികയുടെ അച്ഛനെ ഞാൻ, കുഴഞ്ഞ ശബ്ദത്തിൽ രാഘവൻകുട്ടി അറിയിച്ചു. മനോജ് വല്ലാതെ, എൻ്റെ മോളെ സാറിന് ഇഷ്ടമായി എന്നറിഞ്ഞു. രാഘവൻകുട്ടി തുറന്നു. കുറച്ച് സ്വർണത്തിൻ്റെ കുറവിലാ സാർ അവളെ കെട്ടാൻ മടിക്കണമെന്ന്. സാറ് വിഷമിക്കണ്ട, സാർ അവളെ കെട്ടണ്ട. എത്ര നാൾ സാറിന് അവളെ കൂടെ വേണം? ഞാൻ വിളിച്ചുകൊണ്ട് വരാം. കൈവലിച്ച് മനോജ് ആ കരണത്തൊന്ന് കൊടുത്തു. വട്ടം കറങ്ങി രാഘവൻകുട്ടി താഴെ വീണു. ഇതോടെ മനോജ് തിരിഞ്ഞ് തൻ്റെ ജോലിക്കാരോട് കൽപ്പിച്ചു, ഇയാളെ തൂക്കിയെടുത്ത് വെളിയിൽ കള. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്, ഓൺ സ്ലീപ്പിംഗ് വിൽസ് ഓഡിയോ ടൈം.